എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 18 മുതൽ 18 വരെ. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവൻ ആകയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. പത്രോസ് വാതിൽക്കൽ പുറത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്ന് അവൻ പറഞ്ഞു. അന്ന് കുളിർ ആകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ വേദഭാഗം വിശുദ്ധ പത്രോസിൻ്റെ ധൈര്യവും അതേസമയം യേശുവിനെ തള്ളിപ്പറയുന്നതുമായ വിവരണങ്ങൾ നൽകുന്നു. വലിയ വിശ്വാസവീരനും ശിഷ്യപ്രമുഖനുമായ പാറയെന്ന് വിളിക്കപ്പെട്ട പത്രോസ് മണലുപോലെ പൊടിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വേദഭാഗത്ത് പ്രത്യേകിച്ച് 15-ാം വാക്യം മുതൽ 18 വരെയും അതിനെ തുടർന്ന് 25-ാം വാക്യം മുതൽ 27 വരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി നമുക്ക് ധ്യാനിക്കാം. 3 കാര്യങ്ങൾ പങ്കുവയ്ക്കട്ടെ. 1, വിജയകരമായ ക്രിസ്തീയ ജീവിതം കൃപയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് സാധ്യമാകുന്നത്. യേശുക്രിസ്തുവിനോട് പത്രോസിനുണ്ടായിരുന്നത് ആഴമുള്ളതും ഊഷ്മളവുമായ ബന്ധമായിരുന്നു. എന്നിട്ടും പത്രോസ് വീണുപോയി. മതപരമായ ആവിഷ്കാരങ്ങളുടെ ഔന്നത്യത്തിലും ആർക്കും വീഴ്ച സംഭവിക്കാം. ദേവാലയത്തിലെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ക്രമമായി പങ്കെടുക്കുകയും അവ വൈകാരിക തലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവർ കണ്ടേക്കാം. എന്നാൽ വീഴ്ചയുടെ സാധ്യത ഒരു യാഥാർത്ഥ്യമാണ്. യേശു കർത്താവിൻ്റെ ഉപദേശം ആരും തന്നെ മറക്കുകയോ ത്യജിക്കുകയോ ചെയ്യാൻ പാടില്ല, പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ ഇരിക്കുന്നതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവകൃപയുടെ നിരന്തര സ്വീകർത്താക്കളായി നമ്മൾ തീരേണ്ടതുണ്ട്. 2, പത്രോസ് തൻ്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നത് ഒരു ശിഷ്യന്റെ വ്യത്യസ്ത സാധ്യതകളെ കുറിച്ചാണ്. പത്രോസ് പ്രകടമാക്കിയ ധൈര്യം തീർച്ചയായും ശ്ലാഘനീയമാണ്. യേശുവിനെ ബന്ധനസ്ഥനാക്കിയപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഓടിപ്പോയി മറഞ്ഞു. ധൈര്യപൂർവ്വം ഒരർത്ഥത്തിൽ പിടിച്ചു നിന്നത് പത്രോസ് മാത്രമാണ്. മഹാപുരോഹിതന്റെ നടുമുറ്റം വരെയും പേര് പറഞ്ഞിട്ടില്ലാത്ത, മിക്കവാറും യോഹന്നാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്, ആ ശിഷ്യൻ മൊത്തം അദ്ദേഹം യേശുവിനെ അനുഗമിച്ചു. ക്രൂരരായ റോമൻ പടയാളികളാൽ പിടിച്ച് ഇഴയ്ക്കപ്പെട്ട് പരിഹാസ്യമായ ഒരു വിചാരണയ്ക്ക് വിധേയനാകുകയും അല്പസമയത്തിനുള്ളിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന ഉറപ്പുള്ള യേശുവിനെ പിൻപറ്റുന്നതിലൂടെ പത്രോസ് തൻ്റെ ഉൾക്കരുത്തും വിശ്വാസവും ഒക്കെ പ്രകടമാക്കുന്നുണ്ട്. അതേ പത്രോസാണ് തള്ളിപ്പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സംഗമമാണ് പത്രോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗുരുനാഥനായ യേശുവിൻ്റെ അവകാശവാദങ്ങൾക്ക് നേരെ മറ്റൊരു ശിഷ്യനും പത്രോസിനെ പോലെ ചടുലമായും വ്യക്തമായും പ്രതികരിച്ചിട്ടില്ല. മറ്റാരും ഇത്രമാത്രം ഊഷ്മള ബന്ധം യേശുവിനോട് പ്രകടമാക്കിയിട്ടില്ല. എന്നിട്ടും മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് യേശുവിനെ അറിയില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും. 3, വേലക്കാരിയായ സ്ത്രീയുടെ മുൻപിലും
തീ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ മുൻപിലും മഹാപുരോഹിതന്റെ ദാസന്റെ ബന്ധുവിന്റെ മുൻപിലുമാണ് ഈ തള്ളിപ്പറയലുകൾ സംഭവിച്ചത്. ധീരനായ പത്രോസിന് എന്താണ് ഭവിച്ചത്? മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് വെച്ച് ഭയം ഗ്രസിച്ചതുകൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ അയാൾ മാറി തീർന്നേക്കാം എന്ന് കരുതാം. ഒരുപക്ഷെ ഭയമാണ് എല്ലാത്തര ഭോഷ്കിന്റെയും ഉറവിടം. ജീവിതത്തിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അപകടഗർത്തങ്ങളിൽ നിബന്ധിക്കപ്പെടാം. മറ്റെല്ലാ അധികാര സ്ഥാനങ്ങളെക്കാളും യേശുവിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ പത്രോസ് കൂടുതൽ ധൈര്യശാലിയാകുമായിരുന്നു. ലോകത്തിന്റെ അധികാര ഘടനകളെക്കാൾ ഉപരി നമ്മൾ ദൈവാധികാരത്തെ ഭയപ്പെടുകയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയും ഭൗമിക അധികാരങ്ങൾക്ക് മുൻപിൽ അനാവശ്യമായ ഭയപ്പാടുകൾ ഒഴിവാക്കുകയും ചെയ്യും. മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തെ ഭയപ്പെടുകയാണ് അനിവാര്യം. ഈ ഭാഗം നമ്മളോട് പറയുന്നു, ഒരാളിൻ്റെ വ്യക്തിത്വവും സ്വഭാവ ശ്രേഷ്ഠതകളും നല്ല പേരും വർഷങ്ങളിലൂടെ നേടിയെടുക്കുന്നവയാണെങ്കിലും നിമിഷങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അവ വീണുടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം തീരുമാനങ്ങളിലും മനഃശക്തിയിലും ആശ്രയിച്ച് യേശുവിനെ പിൻപറ്റുന്ന മതജീവിതം അപര്യാപ്തമാണെന്നുള്ള തിരിച്ചറിവും ഉണ്ടാവണം. ദൈവകൃപയുടെ സ്വീകർത്താക്കളാകുന്ന വിനയമാണ് ഓരോ നിമിഷവും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഒരേ സമയം നന്മയുടെയും തിന്മയുടെയും അപകാരങ്ങൾ നമ്മിൽ ഉണ്ടാകാമെന്നും നിരന്തരമായ ദൈവകൃപയുടെ ഒഴുക്കാണ് നമ്മെ നന്മയിൽ നിലനിർത്തുന്നതെന്നും അറിഞ്ഞുകൊണ്ട് കൃപയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന പാപപ്രതിബന്ധങ്ങളെ മാറ്റിക്കളയുന്ന നിരന്തര ശുദ്ധീകരണം നമ്മിൽ സംഭവിക്കുന്നതിന് നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിനത്തിന്റെ പ്രഭാതത്തിനായി സ്തോത്രം. ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച ഞങ്ങൾക്ക് ഉണർന്ന് അങ്ങയെ സ്തുതിപ്പാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ പിന്തുടർന്ന ദൈവകൃപയെ ഓർത്ത് ധ്യാനിക്കുന്നു. കർത്താവെ, ധൈര്യപൂർവം ക്രിസ്തീയ ജീവിതത്തെ നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും സമയത്ത് നിലപാടുകളിൽ അയഞ്ഞു പോകാതെ, മണൽ പോലെ പൊടിഞ്ഞു പോകാതെ നിൽപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണയിൽ അടിയങ്ങൾ ആശ്രയിക്കുന്നു. വീഴാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും ആലോചനയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.